കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത ഒരു പുളിശ്ശേരി. സാധാരണ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഒന്നുകിൽ തേങ്ങ അരച്ച് വെക്കും, അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാതെ വെക്കും. ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത ഒരു പുളിശ്ശേരി നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഊണിന് നല്ലൊരു കറിയാണിത്. എന്തൊക്കെ ചേർത്താണ് തേങ്ങാപ്പാൽ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നെങ്കിലേ ഞാൻ ഇടുന്ന ഓരോ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തൈര്. ഇത് സാമാന്യം പുളിയുള്ള തൈരാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ. ഇത് 1/4 പാലാണെങ്കിലും അധികം കട്ടിയുള്ള പാലല്ല. 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1/4 പാല്. 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, 6 ചുവന്നുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി അല്ലി, 8 കാന്താരി മുളക്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം വെള്ള കാന്താരിയാണ്. ഇത് പച്ച ആയാലും മതി. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകായാലും മതി. പക്ഷേ നല്ല രുചിയുള്ളത് കാന്താരി മുളകിന് തന്നെയാണ്. 4-5 വറ്റൽ മുളക്. ഇനി നമുക്ക് ചുവന്നുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിടാം. വെളുത്തുള്ളി, കാന്താരി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ തൈരും കൂടെ ഒന്ന് ഉടച്ച് വെക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് സാമാന്യം പുളിയുള്ള തൈര് തന്നെ വേണം. തൈരൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊരു പുളിശ്ശേരി ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. പുളിശ്ശേരി കാച്ചാൻ മൺചട്ടി വളരെ നല്ലതാണ്. മീൻ വെക്കാത്ത മൺചട്ടി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉലുവ ചേർക്കാം. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. തൈരും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ള കൂട്ടി ചേർക്കാം. ഈ തീരെ കുറച്ച് വെക്കണം. ഇത് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് പച്ചപ്പ് മാറി കിട്ടണം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. തീ ഏറ്റവും കുറച്ച് തന്നെ വെക്കണം. മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തീ കുറച്ച് വെച്ച് തന്നെ തേങ്ങാപ്പാൽ ഇളക്കി ഇളക്കി വേണമെന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ. 1/4 പാലായതുകൊണ്ട് അധികം കട്ടിയുള്ള 1/4 പാലല്ലെങ്കിലും സാമാന്യം കട്ടിയുണ്ട് ഇതിന്. അതുകൊണ്ട് ഇത് വിരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇളക്കി ഇളക്കി ചെറു തീയിൽ തന്നെ ചൂടാക്കി എടുക്കണം. ഇത് തിളക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഇത് മോര് പോലെ ഒത്തിരി ലൂസല്ല,
വെള്ളം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല, തേങ്ങാപ്പാലുള്ളതുകൊണ്ട്. ഇനി ഇത് ചെറു തീയിൽ തന്നെ ഇളക്കി ചൂടാക്കിയെടുക്കണം. തിളക്കണ്ട ഇനി ഇത്. തൈരും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇത് ചെറു തീയിൽ ഇളക്കി തന്നെ ആവി വരുത്തണം, തിളയ്ക്കുകയും ചെയ്യരുത്. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത പുളിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചോറിന് നല്ല കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.